സോ ഗൈസ്, നമ്മൾ ഈ ചാനലിലെ ഫസ്റ്റ് വീഡിയോ ആയിരിക്കും ഇത്. അത് കാരണം എല്ലാ കൂട്ടുകാരും മാക്സിമം നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും സപ്പോർട്ട് ചെയ്യാനും ഒട്ടും മറക്കരുത്. അപ്പോൾ ഈ ഇന്ന് വീഡിയോ ആയിട്ട് വന്ന കാര്യം വേറൊന്നുമല്ല, നിങ്ങൾ തംബ്നെയിൽ കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് കാര്യം കത്തി കാണും. ഇന്നാണെങ്കിൽ എൻ്റെ ബർത്ത്ഡേ ആയിരുന്നു ഗൈസ്. അത് കാരണം തന്നെ ഞാൻ ബർത്ത്ഡേ ആയിട്ട് ഒരു മീറ്റപ്പ് വെച്ചാണ്. എത്ര കൂട്ടുകാർ വരുമോ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ടായിരുന്നു. എന്തായാലും ഇഷ്ടം പോലെ പേര് വന്നിട്ടുണ്ട്. എന്തായാലും നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് പറ്റും. എന്തായാലും കുറച്ചധികം വണ്ടികളുണ്ട്. നമ്മുടെ BM ഉണ്ട്, ഹോണ്ട സിവിക്ക്, അതുപോലെ തന്നെ ചാർജർ, അങ്ങനെ പോളോ ഒക്കെ ഉണ്ടായിരുന്നു ഗീസ്. എന്തായാലും കിടിലം പോലത്തെ കുറച്ച് വണ്ടികളുണ്ട്. കുറച്ചിൻ്റെ ഒന്നും പേര് എനിക്കറിയത്തില്ല. എന്തായാലും ഗീസ് പഠിച്ചു വരുന്നേ ഉള്ളൂ. ഞാനാണെങ്കിൽ വേറൊരു ഗെയിം കളിച്ചുകൊണ്ടിരുന്നതാണ്. എന്നിട്ട് ഈ ഒരു ഗെയിമിലേക്ക് വന്നിട്ട് ഇപ്പോൾ കുറച്ച് നാളേ ആവുള്ളൂ. ഇപ്പോഴത്തേക്കും എനിക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ പഠിക്കാനുണ്ട്. അറിയാത്തത് നിങ്ങൾ പറഞ്ഞു തരിക. ഈ ഒരു മാച്ചിൽ ഏതൊക്കെ വണ്ടികളുണ്ടായിരുന്നു എന്ന് ജസ്റ്റ് താഴെ ഒന്ന് കമൻറ്റ് ചെയ്യുക ഗീസ്. എന്തായാലും എനിക്ക് ഇതിൻ്റെ അകത്ത് കുറച്ചധികം പേരൊക്കെ അറിയാം, പക്ഷേ കുറച്ചിൻ്റെ പേരൊന്നും അറിയത്തില്ല. അതുപോലെ തന്നെ ഇതിൻ്റെ അകത്ത് പുരുഹവും കാർസും എനിക്ക് ഗിഫ്റ്റ് തരാൻ വേണ്ടി കുറേ കൂട്ടുകാർ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. എന്തായാലും ആ കൂട്ടുകാരൊക്കെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ വളരെയധികം നന്ദിയുണ്ട്. നിങ്ങൾ ഓരോരുത്തരും തന്ന ഗിഫ്റ്റ് ഞാൻ ഇപ്പോഴും പൊന്നുപോലെ തന്നെ സൂക്ഷിച്ചു വെക്കും ഗീസ്. എന്തായാലും ഞാൻ വേറെ ആർക്കും കൊടുക്കാനൊന്നും പോകത്തില്ല. പിന്നെ ഗീസ്, ഞാൻ പറയുന്നതിൽ എന്തെങ്കിലും ലാഗോ എന്തെങ്കിലും പോസ്റ്റ് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് കമൻറ്റിലൂടെ പറയാനായിട്ട് പറ്റും. അതുപോലെ തന്നെ വീഡിയോ ഇതുവരെയായിട്ട് കണ്ടിട്ട് ലൈക്ക് ചെയ്യാത്ത കൂട്ടുകാരാണ് ഓടിപ്പോൾ ഒന്ന് ലൈക്ക് ചെയ്തിട്ട് താഴെ കാണുന്ന സബ്സ്ക്രൈബ് പ്രസ് ചെയ്ത് സൈക്കാവുന്ന ബെല്ലൈക്കൺ ഓപ്ഷൻ സെറ്റ് ചെയ്ത് വെച്ചേക്കാം. എന്തായാലും ഈ ഡെയിലി ഇനി തൊട്ട് വീഡിയോ ഇടണമെന്ന് അറിയുന്നതൊക്കെ ഈ ഒരു വീഡിയോ കാരണമായിരിക്കും. ചിലപ്പോൾ ഇതിൻ്റെ അകത്ത് കാണിക്കുന്ന സപ്പോർട്ടായിരിക്കും നമുക്ക് ഇനി അങ്ങോട്ട് വീഡിയോ ഇടാനുള്ളൊരു പ്രചോദനം എന്നൊക്കെ പറയാം. എന്നാലും കൊള്ളായിരുന്നു ഗൈസ്. ഞാനാണെങ്കിൽ മീറ്റപ്പ് വെക്കാനായിട്ട് പ്ലാൻ ഇല്ലായിരുന്നു. ഇന്നലെ ആണെങ്കിൽ എൻ്റെ ബർത്ത്ഡേ ആയിരുന്നു. അപ്പോഴത്തേക്കും ഞാൻ വിചാരിച്ചു എന്തായാലും നിങ്ങളെല്ലാവരെയും ഒന്ന് അറിയിക്കണമെന്ന് വെച്ച് ഞാൻ ഇൻസ്റ്റയിലാണെങ്കിൽ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ വീഡിയോ കാണുന്ന കുറേ കൂട്ടുകാർ ആ വീഡിയോ ഒക്കെ കണ്ട് കാണണം. എന്തായാലും ഗീസ്, അങ്ങനെ വീഡിയോ ഇട്ടപ്പോൾ കുറേ കൂട്ടുകാർ പറഞ്ഞു, ബ്രോ നാളെ ഒരു മീറ്റപ്പ് വെക്ക്, ഞാൻ വരാം ബ്രോ, എനിക്കൊരു ഗിഫ്റ്റ് തരാമെന്ന് പറഞ്ഞു. എൻ്റെ ഗീസ് ഒരു രക്ഷയില്ല, അമ്മാതിരി ഗിഫ്റ്റാണ് എനിക്ക് ഇന്ന് കിട്ടിയത്. കുറച്ചൊക്കെ ഞാൻ മേടിച്ചായിരുന്നു, കുറച്ചൊന്നും മേടിച്ചില്ല. അങ്ങനെ മേടിക്കുന്നതും തെറ്റാണ് ഗീസ്. കാരണം അവരുടെ കയ്യിൽ ആ ഒരു വണ്ടിയെ കാണത്തുള്ളായിരിക്കും ചിലപ്പോൾ നല്ലത്. ആ കൂട്ടുകാരൊക്കെ എനിക്ക് കൊണ്ടുവന്ന് ആ ഒരു വണ്ടി ഫ്രീ ആയിട്ട് തരുമായിരുന്നു. ഇവിടെയായിട്ട് ഞാൻ കുറേയധികം ടൈപ്പ് ചെയ്യുന്നതൊക്കെ കാണാനായിട്ട് പറ്റും. പിന്നെ ഗീസ്, എൻ്റെ ഒരു മോഡൽ കാറ് വേറെ ആരുടെയും കയ്യിലില്ല. നമ്മുടെ 1-on-1 ഡിസൈനാണ് എൻ്റെത്. ഞാൻ പറഞ്ഞ് ചെയ്യിപ്പിച്ചാണ്. എന്തായാലും ഈ ആ ഒരു വണ്ടി എൻ്റെ CPM 2 മാത്രമേ ഉള്ളായിരുന്നു. നേരത്തെ എൻ്റെ വീഡിയോ കാണുന്ന കൂട്ടുകാർക്ക് അത് അറിയാനായിട്ട് പറ്റും. എന്തായാലും ഈ അതിപ്പം ഞാനാണെങ്കിൽ CPM 1 ആക്കിയിട്ടുണ്ട്. ആ സെയിം ഡിസൈൻ തന്നെ നമ്മുടെ CPM 1 ഞാൻ ചെയ്തെടുത്തിട്ടുണ്ട്. കുറേ കൂട്ടുകാർ ചോദിച്ചാണ്, ബ്രോയുടെ വണ്ടി CPM 2 എങ്ങനെ 1 ആക്കി എന്നൊക്കെ കുറേ കൂട്ടുകാർ ചോദിച്ചാണ്. എന്തായാലും ഈ ഞാൻ അതൊക്കെ ചെയ്യിപ്പിച്ചെടുത്താണ്. എന്തായാലും നിങ്ങൾക്ക് എല്ലാ കൂട്ടുകാർക്കും എൻ്റെ ആ വണ്ടി ഇഷ്ടപ്പെട്ടെന്ന് പ്രതീക്ഷിക്കുന്നു. അതുപോലെ തന്നെ ആ ഒരു വണ്ടി കൊണ്ട് എവിടെ പോയാലും എന്നെ അപ്പം സ്പോട്ട് ചെയ്യും. ബിഗ് ഫാൻ ബ്രോ എന്നൊക്കെ പറഞ്ഞ് കുറേ കൂട്ടുകാർ വരും. എന്തായാലും ഞാൻ അവർക്കൊക്കെ റിപ്ലൈ കൊടുക്കുന്നതാണ് ഗീസ്. കുറേ പേര് വന്ന് ഇൻസ്റ്റയിൽ മെസ്സേജ് അയക്കുന്നുണ്ട്. എന്തായാലും ഗീസ് പറ്റുന്നവർക്കൊക്കെ ഞാൻ റിപ്ലൈ കൊടുക്കുന്നുണ്ട്. കുറേ മെസ്സേജൊക്കെ റിപ്ലൈ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് ഇൻസ്റ്റാഗ്രാം തന്നെ ബാൻ തരും. അതാണ് ഞാൻ കുറേ പേർക്കൊന്നും റിപ്ലൈ കൊടുക്കാതിരിക്കുന്നത്. എന്തായാലും ഗീസ്, ഈ ഒരു മീറ്റപ്പിൽ വന്ന വണ്ടികളിൽ നിങ്ങൾക്ക് ഏതാണ് ഇഷ്ടപ്പെട്ടതെന്ന് ജസ്റ്റ് താഴെ ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോഴത്തേക്കും ഗീസ്, ഞാനാണെങ്കിൽ നൈസിന് ഇവരെയൊക്കെ കൊണ്ട് എയർപോർട്ടിലോട്ട് വരാൻ പറഞ്ഞു. കാരണം കുറേ വണ്ടികൾ വരുന്ന കാരണം എല്ലാവർക്കും കൂടെ ആ ഒരു നമ്മുടെ കാർ വാഷിൻ്റെ അവിടെ ഇടാനായിട്ട് പറ്റത്തില്ല. അത് കാരണം ഞാനാണെങ്കിൽ എല്ലാവർക്കെങ്കിലും പറഞ്ഞു എയർപോർട്ടിലോട്ട് വരാൻ വേണ്ടിയിട്ട്. പിന്നെ ഗീസ്, ഞാനൊരു കാര്യം പറയാം. മിക്ക കൂട്ടുകാരും നമ്മുടെ ബീറ്റ വെർഷൻ അപ്ഡേറ്റ് ചെയ്ത് കഴിഞ്ഞു. അത് ആൻഡ്രോയിഡിലെ വന്നിട്ടുള്ളതെന്നാണ് നമുക്ക് അറിയാനായിട്ട് കഴിഞ്ഞത്. എന്തായാലും ഗൈസ്, ആ ഒരു അപ്ഡേറ്റ് iOS-ൽ ഇതുവരെ വന്നിട്ടില്ല. ഞാനൊക്കെ യൂസ് ചെയ്യുന്ന iOS ആണ്. കുറേ കൂട്ടുകാർക്ക് അത് കാരണം തന്നെ എൻ്റെ ഒപ്പം കളിക്കാനായിട്ട് പറ്റാതെ പോയിട്ടുണ്ട്. എന്തായാലും നിങ്ങൾ ആരും വിഷമിക്കേണ്ട, വൈകാതെ തന്നെ അപ്ഡേറ്റ് വരും. അപ്ഡേറ്റ് വരുമ്പോഴത്തേക്ക് ഉറപ്പായിട്ട് നമുക്ക് മീറ്റൊക്കെ വെക്കാം. പിന്നെ ഗൈസ്, ഞാൻ പറയാൻ വിട്ടൊരു കാര്യം, മെയിനായിട്ട് നമ്മൾ ഡെയിലി ഒരു മീറ്റപ്പ് ഒക്കെ വെക്കുന്നുണ്ട്. ഇനി തൊട്ട് ഡെയിലി യൂട്യൂബിലും വീഡിയോ ഇടാനാണ് എൻ്റെ പ്ലാൻ. എങ്ങനെയാണെന്ന് എനിക്കറിയത്തില്ല. കാരണം നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ ഉറപ്പായിട്ട് നമ്മൾ വീഡിയോ ഡെയിലി ഇടും ഗൈസ്. എന്തെങ്കിലുമൊക്കെ കണ്ടൻറ്റ് തപ്പണം. ഞാൻ പണ്ടൊരു കണ്ടൻറ്റ് എങ്ങനെയെങ്കിലുമൊക്കെ തപ്പി ഇടുമായിരുന്നു. എന്തായാലും അങ്ങനെ തന്നെ ഞാനാണെങ്കിൽ വീഡിയോ ഇനി ഇടാനായിട്ട് ശ്രമിക്കുന്നതായിരിക്കും. പിന്നെ ഈ ഒരു മാച്ചിൽ പുരുഹവും വന്നത് BM ആണ്. കുറേ കൂട്ടുകാർ BM എനിക്ക് തന്നായിരുന്നു. അപ്പോൾ BM മേടിച്ച് കഴിഞ്ഞാൽ എൻ്റെ കയ്യിലുള്ള BM പോവും. ഞാൻ അത്രയും കഷ്ടപ്പെട്ട് ചെയ്യിപ്പിച്ച ഡിസൈനാണ് ഇത്. ഈ ഒരു BM പോയാൽ എനിക്ക് ഭയങ്കര ഇതാണ്. അത് കാരണമാണ് കുറേ കൂട്ടുകാർ വന്ന് BM തന്നായിരുന്നു. BM എനിക്ക് മേടിക്കാൻ പറ്റാഞ്ഞത്. പിന്നെ നമ്മുടെ ചാനലിലൊക്കെ നമ്മൾ ഒരു ഗീവ് അവേ ഒക്കെ പ്ലാൻ ചെയ്യുന്നുണ്ട്. മാക്സിമം ഇൻസ്റ്റയെ കോൺടാക്ട് ചെയ്യാത്ത കൂട്ടുകാരാണെങ്കിൽ നമ്മുടെ വാട്സപ്പ് ചാനൽ ലിങ്ക് കമൻറ്റ് ബോക്സിൽ കൊടുത്തേക്കാം. അത് അവത്തിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഒരു വാട്സപ്പ് ചാനലിലേക്ക് പോകും. അവിടെ ആയിട്ട് എൻ്റെ ഇൻസ്റ്റ ID കിട്ടും. ഇൻസ്റ്റ ID ചോദിച്ച് കുറേ കൂട്ടുകാർ നമ്മുടെ ഈ ഒരു യൂട്യൂബിൽ മെസ്സേജ് അയക്കുന്നുണ്ട്. അവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ പറഞ്ഞു തന്നത്. എന്തായാലും നിങ്ങൾ അത് നോട്ട് ചെയ്തെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു.
പിന്നെ ഇപ്പം ഞാനിവിടെ നിൽക്കുന്ന കാര്യം കുറേ കൂട്ടുകാർക്ക് ഗിഫ്റ്റ് തരണമെന്നൊക്കെ പറഞ്ഞ കുറേ കൂട്ടുകാരുണ്ട്. അത് കാരണം കൂടാണ് ഞാൻ ഈ ഒരു മീറ്റ് വെച്ചത് തന്നെ. അത് കാരണമാണ് ഞാനിവിടെ നിൽക്കുന്നത്. അല്ലെങ്കിൽ നമ്മളൊരു റൈഡൊക്കെ പോയി സെറ്റാക്കിയേനെ. അപ്പോൾ ഈ അടുത്തൊരു വീഡിയോ തൊട്ട് നമുക്ക് റൈഡും അതുപോലെ തന്നെ ഓഫ് റോഡ് ട്രിപ്പൊക്കെ വെക്കാം. എല്ലാ കൂട്ടുകാരും ജോയിൻ ചെയ്യാനായിട്ട് ശ്രമിക്കാം. എന്തായാലും പ്രത്യേകമായിട്ട് ഞാനൊരു വാട്സപ്പ് ഗ്രൂപ്പ് തുടങ്ങാനായിട്ട് പോവുകയാണ്. അതിൻ്റെ അകത്താണെങ്കിൽ നമുക്ക് കുറച്ച് പേർക്ക് ഒരു 10-20 പേരോളം മതി ഗൈസ്. എന്തായാലും വരുന്നവർ വരട്ടെ. വരുന്നവരെല്ലാ കൂട്ടുകാരും ആ ഒരു വാട്സപ്പ് ചാനലിലേക്ക് ജോയിൻ ചെയ്യുകയാണെങ്കിൽ ഡെയിലി വൈകിട്ട് നമ്മുടെ പ്ലാൻ എന്താണോ ആ ഒരു പ്ലാൻ വെച്ച് നമുക്ക് മീറ്റും അതുപോലെ തന്നെ പല പല ഫണ്ണി ആയിട്ടുള്ള മൊമെൻറ്റ്സ് ഇതിൻ്റെ അകത്ത് ചെയ്യാം. അതൊക്കെ വീഡിയോ എടുത്ത് ഞാൻ ഉറപ്പായിട്ടും യൂട്യൂബിൽ ഇടുന്നതായിരിക്കും. താല്പര്യമുള്ള കൂട്ടുകാരാണെങ്കിൽ ഞാൻ വാട്സപ്പ് ചാനൽ ക്രിയേറ്റ് ചെയ്യുമ്പോൾ പറയാം ഗൈസ്. എന്തായാലും ഒരു 3-4 വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ ഞാൻ ഉറപ്പായിട്ടും ക്രിയേറ്റ് ചെയ്യത്തുള്ളൂ. എന്തായാലും മാക്സിമം എല്ലാ കൂട്ടുകാരും എന്നെ സപ്പോർട്ട് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു. പിന്നെ ഇപ്പോൾ വരെ എന്തായാലും കുറേ കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്യാതായിരിക്കും കാണുന്നത്. നിങ്ങൾ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. നിങ്ങൾക്കൊന്നും പോകാനായിട്ടില്ല. കാരണം ഇന്ന് എൻ്റെ ബർത്ത്ഡേ ആണ്. നിങ്ങൾക്ക് തരാൻ പറ്റിയ ഒരു ഗിഫ്റ്റ് എന്ന് വേണമെങ്കിൽ പറയാം. എന്തായാലും എനിക്ക് തരാൻ പറ്റിയ ഒരു ഗിഫ്റ്റാണ് ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ആ സൈഡിൽ നിന്ന് ബെല്ലൈക്കൺ ആൾ ഓപ്ഷൻ സെറ്റ് ചെയ്യാന്നുള്ളത്. എന്തായാലും ഈ നിങ്ങൾക്ക് എൻ്റെ വോയിസ് മടുപ്പുണ്ടെങ്കിൽ എൻ്റെ അടുക്ക് ഡയറക്റ്റ് പറയാം, നിർത്താൻ പറയാം. ഞാൻ ഉറപ്പായിട്ടും വീഡിയോ എടുത്തില്ല. എന്തായാലും കുറേ കൂട്ടുകാർ എൻ്റെ അടുക്ക് ഇൻസ്റ്റയിലാകട്ടെ വന്ന് മെസ്സേജ് ചെയ്യുന്നുണ്ട്, ബ്രോ യൂട്യൂബിൽ കൂടെ വീഡിയോ ഇടുമെന്ന്. അത് കാരണം തന്നെ നമ്മൾ യൂട്യൂബിൽ കൂടെ വീഡിയോ ഇടാനായിട്ട് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പോവാണ്. ഇനി എന്തൊക്കെ സംഭവിച്ചെന്ന് പറഞ്ഞാൽ നമ്മൾ ടൈം കണ്ടെത്തി ഡെയിലി ഒരു വീഡിയോ വെച്ച് ഇടാനായിട്ടാണ് പ്ലാൻ. അത് നടക്കുമോ ഇല്ലയോ എന്നൊന്നും എനിക്കറിയത്തില്ല. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ ഉറപ്പായിട്ട് നമ്മൾ ചെയ്തിരിക്കും. പിന്നെ ഞാൻ പറഞ്ഞ പോലെ തന്നെ നമ്മളൊരു വാട്സപ്പ് ചാനൽ ക്രിയേറ്റ് ചെയ്യും. വാട്സപ്പ് ചാനൽ ഇപ്പോൾ ഓൾറെഡി ഉണ്ട്. വാട്സപ്പ് ചാനലല്ല, ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യും. അതിൻ്റെ അകത്ത് വെച്ചായിരിക്കും നമ്മൾ ഓരോ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ ഇതിൻ്റെ പകുതിക്ക് വെച്ച് ഒരു പണി പറ്റിപ്പോയി. വേറെ ഒന്നുമല്ല, നമ്മളാണെങ്കിൽ 20 പേര് കൂടുതൽ കയറിക്കഴിഞ്ഞാൽ എനിക്ക് ലാഗാവും. iOS ആണ് എന്താണെന്ന് പറഞ്ഞാലും എനിക്ക് ലാഗായി ബാക്കാവും. ഒന്നാമത് ഞാൻ വീഡിയോ കൂടെ റെക്കോർഡ് ചെയ്യുന്ന കാരണം തന്നെ ലാഗായി ബാക്കാവും. അത് കാരണം കുറേ കൂട്ടുകാർ എന്നെ ഒന്ന് തെറി വിളിച്ചായിരുന്നു, ബ്രോ എന്താണ് പോയത്. അങ്ങനെ പച്ചക്ക് തെറി വിളിച്ച കുറേ കൂട്ടുകാരുണ്ട്. അത് തെറിയൊന്നും എനിക്കിവിടെ പറയാനായിട്ട് പറ്റത്തില്ല. അപ്പോൾ ഈ സ്ലാഗ് അടിച്ച കാരണമാണ് ബാക്ക് പോകുന്നത്. അല്ലാതെ ഞാനൊന്നും ചെയ്തിട്ടല്ല. കുറേ കൂട്ടുകാർ പറയുന്നത് നീ അധികം നേരം നിൽക്കുന്നില്ല, നീ എന്താണ് പെട്ടെന്ന് പോയി കളയുന്നതെന്നൊക്കെ ചോദിക്കുന്ന കുറേ കൂട്ടുകാരുണ്ട്. എന്തായാലും ഈ അവർക്കുള്ള റിപ്ലൈ ആണത്. അതുപോലെ തന്നെ ഇതിൻ്റെ അകത്താണെങ്കിൽ ഒരു കിടിലം പോലത്തെ കാറ് കൊണ്ടുവന്നു. കാരണം ആ ഒരു ഡിസൈനിലെ ബസ് ഞാൻ ഒരു ടീമിൽ കണ്ടിട്ടുണ്ട്. ആ ഒരു ബസ് ഞാൻ കുറേയധികം തപ്പി. ആ ബ്രോ എവിടെ നിന്നാണ് മേടിച്ചതെന്ന് പറഞ്ഞപ്പം വേൾഡിൽ എവിടെയോ സെയിൽ ചെയ്യുന്ന സ്ഥലത്ത് പോയിട്ട് ബ്രോ എന്തോ പൈസ ഇങ്ങനെ ബാർഗെയിൻ ചെയ്ത് മേടിച്ചതാണെന്നാണ് പറഞ്ഞത്. എന്തായാലും ഇടയ്ക്ക് വെച്ച് നിങ്ങൾക്ക് ആ ഒരു വണ്ടി കാണാം ഗീസ്. ഞാൻ അങ്ങനത്തെ ഒരു വണ്ടി അങ്ങനെ റെയർ ആയിട്ടേ കണ്ടിട്ടുള്ളൂ. കാരണം ആ ഒരു ബോഡി തന്നെ ഇങ്ങനെ തിളങ്ങി നിൽക്കുവാണ്. എന്തായാലും ഇപ്പോഴത്തേക്കും ആ ഒരു ബ്ലൂ വണ്ടിയാണെന്നാണ് ഗീസ് എനിക്ക് തോന്നുന്നത്. മാപ്പിൽ ഞാൻ വെച്ചപ്പോൾ ആ ഒരു ബ്ലൂ വണ്ടി കണ്ടില്ലേ. എന്തായാലും അത് കൊണ്ടുവരുമ്പോൾ ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണ് ആ സംഭവം. ആ ബ്രോ ആണെങ്കിൽ അത് എനിക്ക് ഗിഫ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ജസ്റ്റ് ഞാൻ കാണിച്ചു തരാം ഗീസ്. അതിന് മുമ്പ് തന്നെ നമ്മൾ ഇവിടെ നിന്ന് കുറച്ച് പിക്കൊക്കെ എടുത്തായിരുന്നു. അപ്പോൾ കുറച്ച് പേരൊക്കെ സഹകരിച്ചു ഗീസ്. കാരണം നമ്മുടെ സബ്സ്ക്രൈബേഴ്സിൻ്റെ സഹകരണമാണ് ഏറ്റവും കൂടുതൽ വേണ്ടത്. പണ്ടൊക്കെ നമ്മൾ വീഡിയോ ചെയ്യുമ്പോഴാണെങ്കിൽ ഒരാൾ ഈ വഴിക്ക് പോവും, ഒരാൾ അപ്പുറത്തെ വഴിക്ക് പോവും, അങ്ങനെ പല വഴിക്ക് നടന്നുകൊണ്ടിരുന്നതാണ്. ഇപ്പോഴത്തേക്കും എല്ലാ കൂട്ടുകാരും ഇപ്പോൾ ഓക്കെ ആയിട്ട് എന്നെ സപ്പോർട്ട് ചെയ്യാനായിട്ട് നിൽക്കുന്നുണ്ട്. നമ്മൾ വീഡിയോ ഇടുമെന്ന് പറഞ്ഞായിരുന്നു. എന്തായാലും നമ്മൾ കൺഫേം ആയിട്ട് ഇനി തൊട്ട് വീഡിയോ ഇടാനായിട്ട് പോവാണ്. ചാനൽ ഇതുവരെയായിട്ടും പുതിയതായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ആ സൈഡിൽ കാണുന്ന ബെല്ലൈക്കൺ ഓപ്ഷൻ സെറ്റ് ചെയ്ത് വെച്ചേക്കാം. എന്തായാലും നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഗുണമുണ്ടാകും ഗൈസ്. ഇപ്പോഴത്തേക്കും ഒരു വെട്ടം കണക്കൊരു ഐറ്റം വരുന്നത് കാണാനായിട്ട് പറ്റും നിങ്ങൾക്ക്. എനിക്ക് തോന്നുന്നത് അത് നമ്മുടെ പോർഷെ ആണെന്നാണ്. അപ്പോൾ എനിക്ക് കൃത്യമായിട്ട് അറിയത്തില്ല. പോർഷെ ആണെന്നാണ് എനിക്ക് കണ്ടിട്ട് തോന്നുന്നത്. അതിൻ്റെ കാറിൻ്റെ ഇതൊന്നും കിട്ടുന്നില്ല നമുക്ക്. ഫുള്ളായിട്ടൊരു വെട്ടമയമാണ്. ഫുള്ള് ഒരു ബ്ലൂ കളർ പോർഷെ ആണെന്നാണ് തോന്നുന്നത്. നിങ്ങൾക്ക് ഏതായിട്ടാണ് തോന്നുന്നത് ജസ്റ്റ് താഴെ ഒന്ന് കമൻറ്റ് ചെയ്യുക. ഞാനപ്പോൾ ഇവിടെ വന്ന് നിൽക്കുവാണ്. കാരണം ഇങ്ങനൊരു ബസ് ഞാൻ കണ്ടിട്ടുണ്ട് ഈ ഒരു ഡിസൈൻ അല്ല ഈ കളറിൽ എന്തോ ഒരു വ്യത്യാസം വരുന്നതാണ് ഇങ്ങനെ ആകുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും വേറൊരു വണ്ടിയിൽ ഞാൻ ഇത് കണ്ടിട്ടില്ല. അപ്പോൾ ഇങ്ങനെ നിങ്ങൾ വണ്ടികൾ കണ്ടിട്ടുണ്ടോ ഇല്ലയോ എന്ന് ജസ്റ്റ് താഴെ ഒന്ന് കമൻറ്റ് ചെയ്യാം. എന്തായാലും ഈ ഒരു വണ്ടി കിഡിലാണ്. ഞാനാണെങ്കിൽ സൈഡിൽ നിന്നിട്ട് എൻ്റെ തല പോലും കാണാനായിട്ട് പറ്റുന്നില്ല. അത്രയ്ക്കും വണ്ടി നിന്ന് തിളങ്ങുവാണ്. എന്തായാലും ആ ഒരു ബ്രോ ഈ ഒരു വണ്ടി എനിക്ക് ഗിഫ്റ്റിന് കൊണ്ടുവന്നാണ്. ഞാനപ്പോൾ അന്തം വിട്ട് നിന്നുപോയി. കാരണം ഇത് തന്ന ബ്രോയ്ക്കാണെങ്കിൽ ഒരു ബിഗ് ഷൗട്ട് ഔട്ട് തന്നെ കൊടുക്കണം. ഞാൻ ആഗ്രഹിച്ചിരുന്ന ഒരു സാധനമാണ്. പക്ഷേ ഇതിൻ്റെ ബസ്സാണ് ഞാനന്ന് ആഗ്രഹിച്ചത്. ഞാനത് കുറേയധികം തപ്പി. ആ വണ്ടി ആരുടെയാണ് എന്നൊക്കെ തപ്പിയപ്പം നമുക്ക് കിട്ടത്തില്ല കാരണം ആ പുള്ളിയാണെങ്കിൽ പൊന്നുപോലെ നോക്കുന്ന ഒരു വണ്ടിയാണ്.
അത് നമ്മൾ മേടിച്ച് കഴിഞ്ഞാൽ ശരിയാവത്തില്ല. ഈ ബ്രോ ആണെങ്കിൽ എനിക്കിപ്പോൾ ആ വണ്ടി കൊണ്ടുവന്ന് തന്നിട്ടുണ്ട്. എന്നാലും ഈ കൊള്ളാം, ഒരു കിട്ടിലം പോലത്തെ വണ്ടിയാണ്. പിന്നെ ഈ നെക്സ്റ്റ് വീഡിയോയിൽ കാണാൻ വീഡിയോ കുറച്ചുകൂടെ ലെങ്തായെന്ന് എനിക്ക് തോന്നുന്നു. ലവ് യു ഓൾ ആൻഡ് ടേക്ക് കെയർ.